നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായ് മെട്രോ ബ്ലൂ ലൈൻ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ സിറ്റി 1 ഡ്രാഗൺ മാർട്ടിന് മുൻവശത്തുള്ള റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്രാനുഭവം ഉറപ്പാക്കുക എന്നതാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ലക്ഷ്യം. ഡ്രൈവർമാർ ദിശാ ബോർഡുകൾ ശ്രദ്ധിക്കണമെന്നും യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഗതാഗതവും സംബന്ധിച്ച നിയമലംഘനങ്ങൾ തടയാൻ അജ്മാൻ സുപ്രീം എനർജി കമ്മിറ്റിയും അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും കരാറിൽ ഒപ്പുവെച്ചു. പൊതുസുരക്ഷ ഉറപ്പാക്കുക, പെട്രോളിയം ഇടപാടുകൾ സംബന്ധിച്ച നിയമങ്ങൾ സ്ഥാപനങ്ങളും വ്യക്തികളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ കരാർ പ്രകാരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളിൽ നടപടിയെടുക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് അധികാരമുണ്ടാകും. കുവൈറ്റ് സിറ്റി. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ കുവൈത്തിലെ റോഡുകളിൽ വൻ തിരക്ക്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഗതാഗതത്തിന്റെ സുഗമമായ ഒഴുക്ക് നിലനിർത്തുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ പ്രത്യേക നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.